എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടുള്ള റെഗുലർ വിഭാഗത്തിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ കോളേജ് കോഴ്സ് മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിലവിൽ എവിടെയും അഡ്മിഷൻ നേടാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും നിലവിൽ കൗൺസിലിംഗിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ജൂലൈ 18-ാം തീയതി വരെയാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലെ കൗൺസിലിംഗ് ആണോ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ജില്ലയിലെ കൗൺസിലിംഗ് എപ്പോഴാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്, എങ്ങനെയാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിലവിൽ വെബ്സൈറ്റിൽ ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ ഇതുവരെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാതെ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ ഇതുവരെ ആയിട്ടും പോളിടെക്നിക് കോളേജിൽ ഇതുവരെ ഒരു അപേക്ഷയും നൽകാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ജൂലൈ 20-ാം തീയതി മുതൽ ഒരു പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ഇതേപോലെ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2026-20 എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അടുത്ത പേജിൽ ഇതേപോലെ നിലവിൽ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിനാൽ തന്നെ ഇതുവരെ നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഒരു ജില്ലയിലെ എല്ലാ പോളിടെക്നിക് കോളേജിനെയും ഹെഡായിട്ട് ഓരോ ജില്ലയിലേക്കും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ടാവും. അപ്പോൾ ഈ നോഡൽ പോളിടെക്നിക് കോളേജ് വെച്ച് നടത്തുന്ന സ്പോട്ട് അഡ്മിഷനാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കൗൺസിലിംഗിൽ പങ്കെടുക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ അടുത്ത പേജിലേക്ക് പോവുക. അടുത്ത പേജിൽ ഇതേപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഏത് ജില്ലയിലെ കൗൺസിലിംഗിലാണ് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജില്ല ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 3 ജില്ലകൾ വരെയാണ് രജിസ്ട്രേഷൻ ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത്, കൗൺസിലിംഗിൽ എന്തിനാണ് പങ്കെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജില്ലാതലത്തിലുള്ള സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് അത് കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രിന്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ള ലിങ്ക് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, അതായത് ഓൾറെഡി നിലവിൽ പോളിടെക്നിക് കോളേജിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക. അതിനാൽ തന്നെ ചെക്ക് യുവർ റാങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അത് ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. റാങ്ക് ഡീറ്റെയിൽസിൽ 2 കോഴ്സുകൾ ഉണ്ടാകും. അതായത് സ്ട്രീം 1 അതുപോലെ തന്നെ സ്ട്രീം 2 എന്നിങ്ങനെ 2 റാങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ സ്ട്രീം 1 സ്ട്രീം 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്ട്രീം 1 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ടെക്നോളജി കോഴ്സുകളും, സ്ട്രീം 2 എന്ന് പറയുന്നത് ഈ ഒരു കാറ്ററിംഗ് കോഴ്സിൻ്റെ, അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ ഒരു സെക്രട്ടറിയൽ പ്രാക്ടീസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു 3 കോഴ്സുകളാണ് നിലവിൽ സ്ട്രീം 2-ൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് വഴി അഡ്മിഷൻ നൽകുന്നത്. ഇനി ബാക്കി ഏത് കോഴ്സാണെങ്കിലും സ്ട്രീം 1-ൻ്റെ റാങ്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനുശേഷം ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്ക്രോൾ ചെയ്യാനായിട്ട് കാണിക്കുന്നല്ല, സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസി ഉണ്ടെന്ന് അറിയാനായിട്ട് വേക്കൻസി പൊസിഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് ജില്ലയിലെ കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ കോഴ്സുകളിലാണ് വേക്കൻസി ഉള്ളത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കോഴ്സുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ ME എന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ CE എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ്, EE എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ പല കോഴ്സുകളും ഇതേപോലെ കോഡ് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ വേക്കൻസി ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു വേക്കൻസിയാണ് അറിയേണ്ടത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം ആ ഒരു കോഴ്സുകളുടെ ഫുൾ ഫോം അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് ഇവിടെ
അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് കാണാം, പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ കോഴ്സിൻ്റെയും ഫുൾ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ ചുരുക്ക രൂപവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ കോഴ്സുകളുടെ ആ ഒരു ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിച്ച് ഹോം പേജിലേക്ക് പോവുക. ഹോം പേജിലേക്ക് പോയ ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കേരളത്തിലെ ടോട്ടൽ 14 നോഡൽ പോളിടെക്നിക് കോളേജുകളിലെ ആ ഒരു ഡീറ്റെയിൽസും അതായത് ആ ജില്ലകളുടെ പേരും അതുപോലെ തന്നെ ആ ഒരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജുകളുടെ പേരും ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ആ ഒരു കോളേജിൽ നേരം ഇതേപോലെ ഡൗൺലോഡ് സിമ്പിൾ അതായത് താഴോട്ടേക്കുള്ള ആ ഒരു അതായത് ഈ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് അത് താഴോട്ടേക്കുള്ള ഒരു ഏറോ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലേക്കാണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിന് നേരെയുള്ള ഇതേപോലെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ആ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിച്ച് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായത് ആ ഒരു ജില്ലയിലെ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ പ്രൊഫഷൻ സ്പോട്ട് അഡ്മിഷൻ 2028-27 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഓരോ ജില്ലയിലും ഷെഡ്യൂൾ ഇതേപോലെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഇതിൽ കൊടുത്തിട്ടുള്ളത് 2026-27 അധ്യയന വർഷത്തെ ത്രിവത്സര റെഗുലർ ഡിപ്ലോമ പ്രവേശന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ആലപ്പുഴ ജില്ലയിലെ കൗൺസിലിംഗ് സ്പോട്ട് അഡ്മിഷന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് സ്റ്റാൻസ്ല പോളിടെക്നിക് കോളേജുകളിൽ നിലവിലുള്ളതും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ജില്ലാതല കൗൺസിലിംഗും സ്പോട്ട് അഡ്മിഷനും 2026 ജൂലൈ 15 മുതൽ 15, 16, 17 തീയതികളിൽ ചുവടെ ചേർത്തിരിക്കുന്ന സമയക്രമം അനുസരിച്ച് ചേർത്തല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെച്ച് നടത്തപ്പെടുന്നതാണ്. സ്പോട്ട് അഡ്മിഷനിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെച്ച് അതായത് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ polyadmission.org വെബ്സൈറ്റിൽ ലോഗിൻ അതായത് കൗൺസിലിംഗ് പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് വഴി ഓൺലൈനായിട്ട് ഒരു 13 അതായത് ഇതിൽ സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാനുള്ളവർ ഈ ഒരു www.polyadmission.org എന്നുള്ള പോർട്ടലിൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി ഓൺലൈനായിട്ട് 13/7/2026 തീയതിക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് അങ്ങനെ ഇത് രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമായതുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോഴും രജിസ്ട്രേഷൻ ചെയ്യാവുന്നു. പിന്നീട് അതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് അതായത് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ടാകും, അതായത് ആ ഒരു ഷെഡ്യൂളുകളിൽ ഇതേപോലെ കൊടുത്തിട്ടുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേരത്തെ അഡ്മിഷൻ നേടിയവർ ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയവർ ബ്രാഞ്ച് മാറ്റമോ സ്ഥാപന മാറ്റമോ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ സ്ലിപ്പ് ഫീസ് റെസിപ്റ്റ് എന്നിവയുമായി രക്ഷിതാവിനോടൊപ്പം സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പോകുന്ന സമയത്ത് എടുക്കേണ്ട മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ളവർ അത് നിലവിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് കിട്ടാത്തവർ മറ്റ് കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് പോവുക. അതുപോലെ SC/ST OEC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളാവും. അതുപോലെ 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 1000 രൂപയും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള 4330 രൂപയും QR കോഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി അടക്കേണ്ടതാണ്. ഇതുകൂടാതെ PTA ഫണ്ടും യൂണിഫോമിനുള്ള തുകയും പണമായി അടക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും ആ ഒരു ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ആലപ്പുഴ ജില്ലയിലെ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ടൈം അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 10,000 വേണ്ട, ജസ്റ്റ് ഒരു 20,000 ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്, 20,000 ആണെന്ന് വിചാരിക്കാം. 20,000 ആണെങ്കിൽ അപ്പോൾ ഞാൻ എപ്പോഴാണ് പോവേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീം 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രീം 1 കൊടുത്ത് നോക്കുമ്പോൾ ജൂലൈ 15-ാം തീയതി, 15 എന്ന് പറയുമ്പോൾ ഇന്നാണ്. അപ്പോൾ ഇന്ന് എൻ്റെ 20,000 ആണ് റാങ്കെങ്കിൽ ഇവിടെ കാണാൻ 17,591 ടു 21,000. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 11 മണി മുതൽ 12 മണി വരെ, അതായത് ഇന്ന് ഞാൻ പോയിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടതായി ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു പ്രൊസീജിയർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഷെഡ്യൂളിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണോ അത് ഏത് ദിവസമാണ് പോകേണ്ടത് അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ഇനി പോകുന്ന സമയത്ത് നിലവിൽ എവിടെയും അഡ്മിഷൻ ഒന്നും കിട്ടാത്തവർ SSLC THSLC എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതാണ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജാതി വരുമാനം എന്നിവ തെളിയിക്കാനായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പ്രത്യേക കോട്ടയോ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും പകർപ്പും, ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുത്ത് പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.